അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. മാഷാ അല്ലാഹ്, ബദർ ദിനം കഴിഞ്ഞ ദിവസമാണ്. എല്ലാവരും പ്രാർത്ഥനകളാൽ മുഖരിതമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു ബദരീങ്ങളുടെ സഹായം നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ഇവിടെ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മുടെ ഊർജം, നമ്മുടെ വീര്യം കൂടണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നമുക്ക് പ്രവർത്തിക്കാനുള്ള വീര്യം, പ്രവർത്തിക്കാനുള്ള ഊർജമല്ല, വീര്യം കൂടണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ നമ്മുടെ ലക്ഷ്യത്തിനൊരു പവിത്രതയുണ്ടായാൽ മതി. നമ്മുടെ ലക്ഷ്യത്തിന് ഒരു പവിത്രതയുണ്ടായാൽ മതി. സുബ്ഹാനല്ലാഹ്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന മഹത്തായ മൂല്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. നമ്മുടെ വീര്യം, നമ്മുടെ ഊർജം 10 മടങ്ങ് ശക്തിയായി, നമ്മുടെ ഊർജം 10 മടങ്ങ് ശക്തിയായി വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിന് ഒരു പവിത്രതയുണ്ടാകണം. മനസ്സിലായോ? ഇല്ല. എന്നാൽ ക്ലിയർ ആക്കി പറഞ്ഞു തരാം. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിന്റെ തലേന്ന് സഹാബത്തുൽ കിറാമിനെ ഒക്കെ അണിനിരത്തിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാൻ, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ഓ പ്രിയപ്പെട്ടവരെ, ഓടി വരൂ, കളയാൻ സമയമില്ല എന്ന് പറഞ്ഞു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം കഴിഞ്ഞപ്പോ പ്രമുഖരായ സഹാബി എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു, നബിയേ, സ്വർഗം, അല്ലാഹുവിന്റെ റഹ്മത്ത് ഭൂമിയും ആകാശത്തെക്കാളും വലുതാണെന്ന് പറഞ്ഞത് ഉൾക്കൊള്ളാൻ കഴിയുമോ നബിയെ? ആശ്ചര്യത്തോടു കൂടി ചോദിക്കുകയാണ്. നബി പറഞ്ഞു, അതേ പ്രിയപ്പെട്ടവരെ, ഉൾക്കൊള്ളാൻ കഴിയും. അല്ലാഹുവിന്റെ റഹ്മത്ത്, വിശാലത, അല്ലാഹുവിന്റെ കാരുണ്യം ആകാശ ഭൂമി ലോകത്തെക്കാളും വിശാലമാണെന്ന് പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ കയ്യിലുണ്ടായിരുന്ന കാരക്കച്ചീന്ത് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് മതി എന്ന് പറഞ്ഞു ഊർജം വീണ്ടെടുത്ത് സഹാബത്തുൽ കിറാം ബദറിന്റെ രണാങ്കണങ്ങളിലേക്ക് ചാടിയിറങ്ങിയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അവരെ അവിടെ ഉത്തേജിപ്പിച്ചത് ലക്ഷ്യത്തിന്റെ പവിത്രതയാണ്. ഇവിടെ നമ്മൾ ഓരോരുത്തരും ഉത്തേജിപ്പിക്കണമെങ്കിൽ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീര്യം വർദ്ധിത വീര്യമാകണമെങ്കിൽ, നമ്മുടെ ഊർജം വർദ്ധിത ഊർജമാകണമെങ്കിൽ നാം വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിനൊരു പവിത്രതയുണ്ടാകണം. ആ പവിത്രത കൂടി നമ്മുടെ ലക്ഷ്യത്തിന് കൈവരിക്കാനായാൽ പ്രപഞ്ചാധികാരിയുടെ പ്രത്യേക നോട്ടവും പ്രത്യേക ഇടപെടലും കൂടി നമ്മുടെ ലക്ഷ്യത്തിൽ ഉണ്ടാകും എന്ന് മറക്കരുത്. അതുകൊണ്ട് നാം ചെറിയ ലക്ഷ്യങ്ങൾ വെക്കരുത്. വെക്കുന്ന ഏതൊരു ലക്ഷ്യത്തിനും ഒരു മഹത്വവൽക്കരിക്കപ്പെടാൻ നമുക്ക് കഴിയണം. എന്നാൽ തീർച്ചയായും നമ്മുടെ വീര്യം, നമ്മുടെ ഊർജം 10 മടങ്ങ് വർദ്ധിക്കും എന്ന് വിശുദ്ധമായ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാഹു തആല സുന്ദരമായ പവിത്രമായ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.